الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം: فمن زحزح عن النار وأدخل الجنة فقد فاز. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽഹംദുലില്ലാഹ്. സ്വർഗപ്രവേശനം, നരകമോചനം, അതാണ് ശരിക്കും വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. ഈ റമളാൻ നമുക്ക് നൽകുന്നത് നരകമോചനമാണ്. ഈ റമളാനുമായി ബന്ധപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് ഇമാം തിർമിദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലാമ അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിലൊക്കെ പ്രത്യേകമായി എടുത്തു കൊടുക്കുന്ന ഹദീസ്: വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല. ഈ റമളാനിലെ ഓരോ രാത്രിയിലും ധാരാളം പേരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണെന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ നരകമോചനത്തിന് സഹായകമാകുന്നൊരു മാസമാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ മാസത്തെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നരകമോചനത്തിന്റെ മാസമാണ്. പ്രിയമുള്ളവരെ, നരകം എന്നത് ശിക്ഷയുടെ കേന്ദ്രമാണ്. കുറ്റവാളികൾക്ക് താമസിക്കാനുള്ള വീടാണ്. ഞങ്ങൾ നരകത്തിലേക്കാണെന്ന് തീർത്തും അവർക്ക് ബോധ്യമാകുന്നൊരു ദിവസം. വിശുദ്ധ ഖുർആനിൽ 18-ാമത്തെ അധ്യായം നമ്മൾ നോദിയ സൂറത്തുൽ കഹ്ഫിൽ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്: വറഅൽ മുജ്രിമൂന അന്നാറ ഫളന്നു അന്നഹും മുവാഖിഊഹാ വലം യജിദു അൻഹാ മസ്രിഫ. കുറ്റവാളികൾ നരകത്തെ നേരിൽ കാണും. അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുകയില്ലെന്നാണ്. പ്രിയമുള്ളവരെ, നരകത്തിന്റെ മുന്നിലെത്തപ്പെട്ട ഒരു മനുഷ്യന്റെ ഗതികേട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചിട്ടില്ലാത്ത നമ്മളോട് ഓതിക്കേൾപ്പിക്കാൻ, ജീവിച്ചിരിക്കുന്ന നമ്മളോട് ഓതിക്കേൾപ്പിക്കാൻ, അധ്വാനിക്കാനുള്ള അവസരങ്ങൾ നൽകപ്പെട്ട നമ്മോട് അല്ലാഹു ഓതിക്കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് നരകമോചനത്തിന്റെ മാർഗം, സ്വർഗപ്രവേശനത്തിന്റെ മാർഗം ഇപ്പോൾ ഇവിടെ നിന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈമാനും സൽക്കർമ്മങ്ങളുമാണ് നരകരക്ഷയ്ക്കുള്ളത്, അതോടൊപ്പം സ്വർഗപ്രവേശനത്തിനുമുള്ളത്. സൽക്കർമ്മങ്ങൾ വിശാലമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽക്കർമ്മങ്ങളുടെ വിവിധങ്ങളായ തലങ്ങൾ വിവരിക്കുന്നുണ്ട്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ
അല്ല, അതിലപ്പുറം അല്ലാഹു കണക്കാക്കുന്നത്ര അതിന് വിശാലതയുണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ. പ്രിയമുള്ളവരെ, ആ സൽക്കർമ്മങ്ങളിൽ ഒന്നാമത്തത് നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ഖുർആൻ പാരായണമായാലും സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാകാലും ആയാലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളായാലും എന്തെന്ത് സൽക്കർമ്മങ്ങളായാലും അതുപോലും സ്വീകരിക്കപ്പെടാൻ ഒന്നാമത് വേണ്ട സൽക്കർമ്മം എന്താണ്? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, തൗഹീദാണ്. സൽക്കർമ്മങ്ങളിൽ ഒന്നാമത്തേത് തൗഹീദാണ്. സ്വർഗത്തിലെ പ്രവേശനത്തിന് ഒന്നാമത്തത് വേണ്ട തൗഹീദാണ്. നരകമോചനത്തിൽ നിന്ന് ആത്യന്തികമായി രക്ഷപ്പെടാൻ വേണ്ട തൗഹീദാണ്. 20-അതിലധികം ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ശ്രേഷ്ഠ വചനമാണ് കലിമത്തുൽ ഇഖ്ലാസ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഇത്ബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിലൂടെ അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിക്കുകയും ചെയ്തവരെ അല്ലാഹു നരകത്തിന് ഹറാമാക്കിയിരിക്കുന്നു. തീർച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുരുവേണ്ടത്, എന്ന് പറയേണ്ടത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. എന്താണ് ലക്ഷ്യം? എന്താണ് പ്രത്യേകത? എന്താണ് മെച്ചം? സ്വർഗപ്രവേശനമാണ്, നരകമോചനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം എപ്പോഴും പറയണം. കാരണം അത് ശ്രേഷ്ഠ ദിക്റാണ്. അതിനുമപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് അതിപ്രധാനമായതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് എന്നത്. അതിനുമപ്പുറത്തേക്ക് നരകത്തിന്റെ മോചനം തൗഹീദിലൂടെയാണ്, സ്വർഗത്തിന്റെ പ്രവേശനം തൗഹീദിലൂടെയാണ്. ഇബാദത്തിൽ ഒന്നാമത്തേത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗപ്രവേശനത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കണം, നരകമോചനത്തിന്റെ മാർഗമായും. രണ്ടാമത്തെ വിഷയം, നമ്മളൊക്കെ ചെയ്യുന്ന ഇബാദത്തിൽപ്പെട്ട നിസ്കാരമാണ്. നരകമോചനത്തിന്റെ പ്രധാനപ്പെട്ട ഇബാദത്ത് ഒന്നാണ് നിസ്കാരം. വിശിഷ്യ ആ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഉമാറത്ത് ബിൻ റുവൈബ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലൗ യലിജന്നാറ ലയലിജന്നാറ അഹദുൻ സ്വല്ല ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ യഅനി അൽ ഫജ്ർ വൽ അസ്ർ. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ, അഥവാ ഫജ്റും അസ്റും ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ നരകമോചനത്തിന്റെ മാസത്തിൽ അല്ല, എല്ലായ്പ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ട പ്രധാനപ്പെട്ട 2 ഇബാദത്ത് അധികം ആളുകൾക്കും നിസ്കാരക്കാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ അശ്രദ്ധ വന്നു പോകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട 2 ഇബാദത്ത്. എല്ലാ നിസ്കാരവും നരകമോചനത്തിന്റേതാണ്, എല്ലാ നിസ്കാരവും സ്വർഗപ്രവേശനത്തിന്റേതാണ്. വിശിഷ്യ സുബ്ഹിയും അസ്റും ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോമ്പും നരകമോചനത്തിന് സഹായകമാണ്. നമ്മൾ ഈ നോൽക്കുന്ന മാസമായ റമദാൻ നരകമോചനത്തിലേക്ക് സഹായകമാകുന്ന മാസമാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു, സുന്നത്ത് നോമ്പ്, ഫർദ് നോമ്പ് എന്നൊന്നും ഈ ഹദീസിലില്ല. നോമ്പെടുത്താൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക അൽയൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. 70 ഖരീഫ് അഥവാ 70 വർഷത്തെ വഴിദൂരം അവനെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ നമ്മുടെ വിശ്വാസം തൗഹീദ്, അത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുപോലെ നാം അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ അതിശ്രേഷ്ഠമായ നിസ്കാരം, അത് നരകമോചനത്തിന്റേതാണ്. നമ്മളിപ്പോൾ നിർബന്ധമായി നോക്കുന്ന നോമ്പ്, അത് നരകമോചനത്തിന്റേതാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നോമ്പുകാരൻ അതുപയോഗിച്ച് നരകത്തിൽ നിന്ന് മറയായി സ്വീകരിക്കുന്നു എന്നാണ്. നോമ്പ് ഉപയോഗിച്ച് നരകത്തിന് മറ സ്വീകരിക്കുന്നു എന്നാണ്.
ഈ ആയത്തിനെ, ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കിതാബുൽ ഇക്മാലിൽ പറഞ്ഞു, സുത്രത്തു മിനൽ ആഥാമി ഔ മിനൻ നാരി ഔ മിൻ ജമീഇ ദാലിക്. നോമ്പെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നൊക്കെ ഉള്ള മറയാണ്? കുറ്റങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നരകത്തിൽ നിന്നോ, അത് രണ്ടിൽ നിന്നോ ഉള്ള മറയാണ്. പാപങ്ങളെ തൊട്ട് നോമ്പ് നമ്മെ തടയുന്നു, നരകത്തെ തൊട്ടും നോമ്പ് നമ്മെ തടയുന്നു. അൽഹംദുലില്ലാഹ്, നരകമോചനമാണ് വിജയം, സ്വർഗപ്രവേശനമാണ് വിജയം. അല്ലാഹു തആല ആ സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും നമ്മെ അനുഗ്രഹിച്ച് പ്രാപ്തരാക്കി. അൽഹംദുലില്ലാഹ്, ഈ മാസത്തിലേക്ക് നമ്മെ നിയോഗിക്കുക. ഈ മാസത്തിലേക്ക് അല്ലാഹു നമ്മെ നിയോഗിച്ചത് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പിന്നെയോ റമളാനും നരകമോചനത്തിൻ്റെതാണ്. നാം പേർത്തും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വരികളാണത്. റമളാൻ അത് നരകമോചനത്തിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹദീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല. റമളാനിന്റെ ഓരോ രാത്രിയിലും, എത്ര രാത്രി പിന്നിട്ട് പറയുള്ളവരെ, ഓരോ രാത്രിയിലും ധാരാളം പേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ആ മോചിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, തേടേണ്ടുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ്. എത്രമാത്രം സന്തോഷകരമായ ഒരു വാർത്തയാണത്. ഈ നോമ്പ് തോൽക്കുന്ന, റമദാനിൽ ജീവിക്കുന്ന നമ്മോട് റബ്ബിന്റെ പ്രവാചകരെ പഠിപ്പിക്കാണ്. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന കാര്യം പറഞ്ഞിട്ട്, വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, നരകപ്രവേശനത്തെ തൊട്ട് തടയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് പ്രിയമുള്ളവരെ ഇനിയും അമാന്തിച്ചു നിൽക്കുന്നത്? ഇനി നമ്മൾ എന്തിനാണ് പുറകോട്ട് നിൽക്കുന്നത്? നരകമോചനത്തിന്റെ മാർഗങ്ങൾ വ്യക്തമായാൽ, സ്വർഗപ്രവേശനത്തിന്റെ വഴികൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്തിനു വൈകിപ്പിക്കണം? എന്തിന് അലസരാകണം? എന്തിന് പുറംതിരിഞ്ഞു നിൽക്കണം? എന്തിന് ചടഞ്ഞുകൂടണം? എന്തിന് നമ്മൾ ചടഞ്ഞിരിക്കണം, മടിയന്മാരാകണം? അതുകൊണ്ട് ഉത്സാഹത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത് പ്രകടമായ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് എന്നെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാർഗങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് മനുഷ്യരോട് മൃദുലമായി പെരുമാറുക എന്നത്. മനുഷ്യരോട് മൃദുലമായി പെരുമാറുക എന്നത് ഈ റമദാനിൽ പിന്നിട്ട നോമ്പുകളെ നമ്മൾ പരിശോധിക്കുന്നിടത്ത് നമ്മിൽ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം നമ്മെ കുറിച്ചൊന്ന് ചകഞ്ഞാൽ ഒരു ഗുണം നമ്മിൽ വന്നു ചേർന്നത് നമ്മൾ പലപ്പോഴും ആലോചിച്ചു അത്ഭുതം തോന്നിപ്പോകും. എന്താണെന്നറിയോ? നമ്മള് വളരെ സഹനശീലമുള്ളവരാണ്. കാരണം നോമ്പെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സഹനമാണ്, ഒരു ത്യാഗമാണ്, ഒരു അടക്കി നിർത്തലാണ്, ഒരു ഒതുക്കിപ്പിടിക്കലാണ്, വേണ്ടെന്ന് വെക്കലാണ്, അള്ളാഹു അനുവദിച്ചതുപോലും വേണ്ടെന്ന് വെക്കലാണ്. ഒരു സഹനശീലം നമ്മിലുണ്ടായി എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു സന്തോഷം ഈ സമയത്ത് ഞാൻ വ്യക്തിപരമായി പങ്കുവെക്കണം. അൽഹംദുലില്ലാ, എല്ലാവർക്കും അങ്ങനെ സന്തോഷം എന്നതാ വല്ലാത്തൊരു സഹനശീലം. പ്രിയമുള്ളവരെ, റമദാനിലും അല്ലാത്തപ്പോഴും 365 ദിവസവും 24 മണിക്കൂറും നമുക്ക് വേണ്ടത് ഈ സഹനശീലമാണ്. മനുഷ്യരോടടുത്തും സ്നേഹത്തോടെയും മൃദുലമായും പെരുമാറുക എന്നത് അള്ളാഹുവിന്റെ റസൂല് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരക രക്ഷയുടെ അസ്ബാബുകളിൽ, കാരണങ്ങളിൽ ഒന്നാണ് ജനങ്ങളോട് മാന്യമായി പെരുമാറുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടുത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കാൻ ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ അത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ വമൻ തഹ്റുമു അലൈഹിന്നാർ. നരകത്തെ ആർക്ക് ഹറാമാകുമെന്നും ആര് നരകത്തിന് ഹറാമാകുമെന്നും ഞാൻ നിങ്ങളോട് അറിയിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉത്തരം പറയാണ്, അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ, അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ. ജനങ്ങളോട് വളരെ അടുത്തും സ്നേഹത്തോടും മൃദുലമായും പെരുമാറുന്നവൻ അവൻ നരകത്തിന് ഹറാമാണ്, അവനെ തൊട്ട് നരകവും മാറ്റി നിർത്തപ്പെടുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശിഷ്യ
ഈ സ്വഭാവം നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് സ്ത്രീകളോടും മക്കളോടും മാതാപിതാക്കളോടും ദുർബലരോടും അശരണരോടും ഒക്കെയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹാരിസത്ത് ബിൻ വഹബ് ബിൻ അൽ-ഖുസാഇ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, അലാ ഉഖ്ബിറുകും ബി അഹ്ലിൻ നാർ, ആരാണ് നരകത്തിൽ വസിക്കുന്നവർ എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, പറഞ്ഞു തരട്ടെയോ? നബി തന്നെ പറഞ്ഞു കൊടുക്കാണ്, കുല്ലു ഉതുല്ലി ജവാലിൻ മുസ്തക്ബിരിൻ, എല്ലാ അഹങ്കാരികളും ക്രൂരരും പരുഷ സ്വഭാവികളുമാണ്, പരുഷ സ്വഭാവികളാണ്. എന്നാൽ മറ്റൊരു ഹദീസ്, മൻ കാന സഹ്ലൻ ഹയ്യിനൻ ലയ്യിനൻ, ആരെങ്കിലും ലോലനും വിനയാന്വിതനും മൃദുലനുമാണെങ്കിൽ ഹറമഹുല്ലാഹു അലന്നാർ, ഹറമഹുല്ലാഹു അലന്നാർ, അവന്റെ മേൽ അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു നരകത്തെ ഹറാമാക്കുമെന്നാണ്. അഹങ്കാരം, ക്രൂരത, പരുഷത ഇതൊക്കെ നരകത്തിലേക്കുള്ളതാണെങ്കിൽ മൃദുത്വം, വിനയം, ലോലമായൊരു മനസ്സ്, അതുപോലെ റിഫ്ഖൻ അഹ്ലുസ് സുന്ന, അത് മനുഷ്യനെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, നരകമോചനത്തിലേക്കാണെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മനസ്സിന് കനിവും ആർദ്രതയും നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്തറിയോ, വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിൻ നാസ്, കോപത്തെ ഒതുക്കി നിർത്തുന്നവരും ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരുമായ മുത്തഖികൾക്ക് ഒരുക്കി വെച്ചതാകുന്ന സ്വർഗം എന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസാഇന്റെ 130, സൂറത്ത് ആൽ ഇംറാൻ 134 ആയത്ത്. പ്രിയമുള്ളവരെ, നരകമോചനത്തിന്റെ മാർഗങ്ങൾ വിശാലമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു തരുന്നിടത്ത് എന്തൊരു കൺകുളിർമയോടെയാകും ഒരു പക്ഷെ നമ്മളത് കേൾക്കുക. അത്ര അനുഭൂതിയാണ് ആ വാചകം കേൾക്കുന്നിടത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകിയ നിരവധി നിഅമത്തുകൾ, ആ നിഅമത്തുകളുടെ കൂട്ടത്തിലെ വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ് അയാൾക്ക് പെൺമക്കൾ ഉണ്ടാവുക എന്നത്. അൽഹംദുലില്ലാഹ്, പെൺമക്കൾ ഉണ്ടാവുക എന്നത് റബ്ബുൽ ഇസ്സത്ത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നൽകുന്ന വലിയ നിഅമത്താണ്. കാരണം എന്താണെന്നറിയോ? ഈ പെൺമക്കൾ മാതാക്കൾക്കും പിതാക്കൾക്കും അവരുടെ നരകമോചനത്തിനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അൽഹംദുലില്ലാഹ്, പെൺകുട്ടി പുരുഷ നിനക്ക്, ഭർത്താവേ നിനക്ക്, പിതാവേ നിനക്ക് നരകമോചനത്തിൽ നിന്നുള്ള മറയാണ്. ഒരു പെൺകുട്ടി, പ്രിയപ്പെട്ട മാതാവേ, ഭർത്തൃമതിയായ സ്ത്രീയെ, സഹോദരി, നിനക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ്. ആര് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളെ അപമാനമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ, പെൺകുട്ടികൾ എന്നൊരു ശല്യമായി കരുതിയിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലപാട്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നക്കാരിയായി കാണുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാ, പെൺകുട്ടിയുണ്ടോ? അൽഹംദുലില്ലാഹ് പിതാവേ, നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിനക്കവൾ നരകത്തിൽ നിന്നുള്ള മറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബി പറഞ്ഞെന്നറിയോ? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. മൻ ഇബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന, പെൺമക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവൻ അവരെ നല്ല നിലയിൽ വളർത്തിയാൽ, തർബിയത്ത് കൊടുത്താൽ, ഇസ്ലാമിക വൃത്തത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ, മറ്റു റിപ്പോർട്ടിൽ വിവാഹം കഴിപ്പിച്ചയച്ചാൽ എന്ന് കാണാം. എന്നാൽ ഇതിലുള്ളത് വിവാഹം കഴിപ്പിച്ചയക്കേണ്ടതില്ല, തർബിയത്ത് കൊടുത്ത് വളർത്തിയാൽ മതി. കുന്ന ലഹു സിത്രം മിനൻ നാർ. ഉറക്കം നഷ്ടപ്പെട്ടു, ബേജാറാവുന്നുണ്ട്, ഈ ആധുനിക കാലഘട്ടത്തിലെ പെൺകുട്ടികളെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നവരാണ്. ആ പെൺകുട്ടികളെ കുറിച്ച്, മുസ്ലിമേ, നിന്റെ പെണ്ണിനെ കുറിച്ച്, നിന്റെ മോളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, കുന്ന ലഹു സിത്രം മിനൻ നാർ. അവർ, ആ പെൺമക്കൾ, അവന് അഥവാ പിതാവിന് നരകത്തിന് മറയാണ്, നരകത്തിന് മറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾക്കുള്ള മറയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഉദ്ധരിക്കണ ആരറിയങ്ങള്? നമ്മൾ ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല.
ഉമ്മ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസ് റളിയല്ലാഹു തആല അൻഹ. പെൺമക്കളുള്ളവർക്ക് എത്ര വലിയ അനുഭൂതിയാണത്, എത്ര വലിയ സന്തോഷ വാർത്തയാണ്. ഉമ്മ ആയിഷ ബീവി എന്ന് പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു സ്ത്രീ, മിസ്കീനത്തായ ഒരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നു. തഹ്മിലു ബനതൈനി ലഹ, അവളെ കൂടെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. فأطعمتها 3 تمرات فأعطت كل واحدة منهما تمرة ورفعت إلى فيها تمرة لتأكلها فاستطعمتها ابنتها فشقت التمرة التي كانت تريد أن تأكلها بينهما. ചുരുക്കി പറഞ്ഞാൽ ഉമ്മ വീട്ടിലൊക്കെ പരതി. ഉമ്മാന്റെ വീട്ടിലൊന്നുമില്ല, ഐഷുമ്മാന്റെ വീട്ടിലൊന്നുമില്ല. ആകെ കിട്ടിയത് 3 കാരക്കാണ്. 3 ആൾക്ക് കൊടുത്തു. 1 ഉമ്മ കൊടുത്തു, 2 പെൺകുട്ടിക്ക് കൊടുത്തു. പെൺകുട്ടികൾ അവർക്ക് കിട്ടിയത് പെട്ടെന്ന് കഴിച്ചു. അവര് നേരെ ഉമ്മയുടെ നേരെ നോക്കി. ഉമ്മ ആ കാരക്കെ 2 ആക്കി. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാണ്, എങ്ങനെ ആധുനിക തലമുറക്ക് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പറ്റണത് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ ഒരു ഉമ്മാനെ എങ്ങനെ മുഖത്തൊക്കെ എടി പോടി എന്നൊക്കെ ചില കുട്ടികൾ ഉമ്മാനെ വിളിക്കണം ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് പലപ്പോഴും. എങ്ങനെ കുട്ടിയൊക്കെ കഴിയുന്നത്, എന്ത് വിദ്യാഭ്യാസമാണ് ഇവർ നേടുന്നത് ആലോചിച്ച് നോക്കാം. സങ്കടം തോന്നാൻ. എങ്ങനെ കഴിയണു ഉമ്മാനി പാപ്പാനി ചീത്ത പറയാൻ, തെറി പറയാൻ, വൃത്തികേട് പറയാൻ, മുഖത്തൊക്കെ അസഭ്യം പറയാൻ. നല്ല പഠിക്കും, നല്ല മിടുക്കനാണ്. പൊരയില് വന്ന പച്ചത്തെറി അല്ലാതെ ഉമ്മാന്റെ മുഖത്തൊക്കെ പറയില്ല. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ തെറി, ഭക്ഷണം ഉദ്ദേശിച്ച് കൊടുത്തില്ല തെറി. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മ പറയാ, ആയിഷ ബീവി പറയാ, 2 ആക്കിയിട്ട് കൊടുത്തു. 2 കുട്ടികളും കഴിച്ചു. ഫഅജബനി ശഅനുഹ, ആ ഉമ്മാന്റെ കാര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഫദകർതു അല്ലദി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്തൊരു സന്ദർഭം അത്. നബി വന്നപ്പോ നബി എങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അവര് നബിനോട് പറഞ്ഞു. ഫഖാല, അപ്പൊ നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഓരോ ഉമ്മമാരും ഓരോ ബാപ്പമാരും അനുഷ്ഠിക്കുന്ന ത്യാഗത്തിനുള്ള പ്രതിഫലമുണ്ട് അവിടെ. ഇത് മക്കൾക്ക് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്താ ത്യാഗത്തിന്റെ പ്രതിഫലം എന്നറിയോ? ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അഅതഖഹാ മിനൻ നാർ. നിശ്ചയം അല്ലാഹു അവർക്ക് ആ കാരക്ക കൊണ്ട്, ഒരു കാരക്കേ ഉള്ളൂ, ആ കാരക്ക 2 കഷ്ണമാക്കി 2 പെൺകുട്ടികൾക്ക് നൽകി. അവരതിൽ നിന്ന് ഭക്ഷിച്ചില്ല, കുട്ടികൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു. ആ ഒരു കാരക്ക കൊണ്ട് അല്ലാഹു അവരുടെ മേൽ സ്വർഗത്തെ നിർബന്ധമാക്കി. അല്ലെങ്കിൽ ആ കാരക്ക കൊണ്ട് അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരക്കയാണ്. എനിക്ക് ഈ സന്ദർഭത്തിൽ എന്റെ ഉമ്മമാരോടും ഉപ്പമാരോടും, നിങ്ങൾക്ക് ഒരു കുഞ്ഞുള്ളെങ്കിൽ ആ ഒരു കുഞ്ഞുള്ള ഉമ്മയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, സഹോദരിമാരെ, നിങ്ങളൊന്ന് മനസ്സ് വച്ചാൽ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്കും സ്വർഗം നേടാം, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവരെ ദീനിലായി വളർത്തുന്നിടത്തും, അവർക്കായി നന്മ പ്രവർത്തിക്കുന്നിടത്തും, അവർക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുന്നിടത്തൊക്കെ നരകമോചനമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്നത്. ഇതും നരകമോചനത്തിന്റെ മാർഗങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കുന്ന മാസത്തിൽ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയിൽപ്പെട്ടതാണ്. മറ്റൊരു പ്രധാന വിഷയം, നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് സദാ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തേടേണ്ടതുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമലുകളോടൊപ്പം തന്നെ അമലുകളിൽപ്പെട്ട പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പ്രവൃത്തി മാത്രം പോരാ, പ്രാർത്ഥനയും അനിവാര്യമാണ്. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടിയാന്മാരുടെ വിശേഷണങ്ങളായി പഠിപ്പിക്കപ്പെടുന്നിടത്ത് അള്ളാഹുവിന്റെ കിതാബിലൂടെ അവരുടെ സിഫത്ത് പഠിപ്പിക്കണം. എന്തറിയോ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അവര് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ റബ്ബേ, പ്രാർത്ഥനയിലെ കൂട്ടായ്മയാണ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷ നീ ഒഴിവാക്കി തരണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്തൊരു വിപത്താകുന്നു. തീർച്ചയായും നരകമെന്നത് ഒരു ചീത്തയായ താവളവും ഒരു പാർപ്പിടവും തന്നെയാകുന്നു എന്ന് അള്ളാഹുവിന്റെ അടിമകളായ, അള്ളാഹു പ്രത്യേകം വിശേഷിപ്പിച്ച ഇബാദുർ റഹ്മാൻ,
അള്ളാഹു ഗുണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ സദാ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. കാരണം എന്തറിയോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കഠിന ശിക്ഷയുടെ കേന്ദ്രമാണ് നരകമെന്ന് പറയുന്നത്. കഠിനമായ ശിക്ഷയുടെ കേന്ദ്രമാണ്. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ചൂടിനേക്കാളും ഒരുപാട് ഇരട്ടി അസഹനീയമായ ചൂടുള്ള ഒരു മേഖലയാണ്. ഇവിടെ നമുക്ക് തൽക്കാലം വെള്ളം കൊണ്ട് തണുപ്പിക്കാം, ഐസ് കൊണ്ട് തണുപ്പിക്കാം, ഫാന് കൊണ്ട് തണുപ്പിക്കാം, AC റൂം കൊണ്ട് തണുപ്പിക്കാം, നല്ലൊരു തണൽ മന കൊണ്ട് തണുപ്പിക്കാം. എന്നാൽ അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് സ്വർഗത്തിലെത്താനല്ലാതെ തണുപ്പിക്കാനാകാത്തൊരു ലോകമാണ്. അമലുകൾ കൊണ്ടല്ലാതെ ചൂടൊന്നും രക്ഷ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനെ നിഷേധിച്ചവനായി മരിക്കുന്നവരെ വിട്ടുപിരിയാതെന്നും കൂടെ ഉണ്ടാക്കുന്ന നരകം എന്ന് പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പാണ്. അള്ളാഹ് പറഞ്ഞ നരകം എന്ന് പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പാണ്. മക്കളെ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹ് പറഞ്ഞ വക്കന്തറിയോ, നിശ്ചയമായും അത് വൻ കാര്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. മനുഷ്യനൊരു താക്കീതായിട്ട് നരകത്തെ വെച്ചിട്ട് അള്ളാഹു മനുഷ്യനെ പേടിപ്പിക്കാൻ താക്കീതാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ വസിക്കുന്ന ജനങ്ങൾ, സ്വർഗവാസികൾ, അള്ളാഹുവിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ ഒരു ദുആ അള്ളാഹുവിന്റെ കിതാബിൽ ഖുർആനിൽ കാണാം. എന്താ ദുആ എന്നറിയോ? الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. അവിടെ അമലിനെ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈമാനിനെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ്. ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈമാനിനെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന. നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ദൂതന്മാരിൽ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ മതനിയമങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ തഫ്സീർ. അതുകൊണ്ട് നീ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണം, ഞങ്ങളെ നീ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാത്ത്, ഒരാൾ 3 തവണ അള്ളാഹിനോട് സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, അപ്പൊ സ്വർഗം ചോദിച്ചവന് വേണ്ടി അള്ളാഹിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹു അയാളെ നീ സ്വർഗത്തിലാക്കണമേ. വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മർറ, ഒരാൾ 3 തവണ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ ഖാലത്തിൻ നാർ, നരകം ചോദിച്ചവന് വേണ്ടി അള്ളാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനൻ നാർ, അള്ളാഹുവേ അവനെ നീ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണമേ. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ അല്ലെങ്കിൽ ജാമിഅയിൽ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് നമ്മൾ പൊതുവെ പറയാറുള്ളത്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബി ജഹന്നം. ഇസ്തഈദു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടുക. എന്തിൽ നിന്ന്? മിൻ അദാബി ജഹന്നം, അദാബ് ജഹന്നം, ജഹന്നമിന്റെ അദാബിൽ നിന്ന്. എല്ലാ അദാബിന്റെയും മീതെയാണ് നരകത്തിലെ അദാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ദുആ ചെയ്യുന്ന ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബി ജഹന്നം. നിസ്കാരത്തിൽ ഇബാദത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊണ്ടുവന്നു. എന്ത്? ഈ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള കാവൽ തട്ടം. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരുണത്തിൽ ഈ റമദാൻ നമുക്ക് നൽകുന്നത് പൂർണ്ണമായി നരകമോചനമാണ്. അതുകൊണ്ട് ആ നരകമോചനത്തിന്റെ മാർഗങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി അള്ളാഹുവിലേക്ക് ഇഖ്ലാസോടെ ഇത്തിബാഓടെ അഹ്സനു അമല അഥവാ അഖ്ലസുഹു വഅസ്വബുഹു, ഏറ്റവും ഇഖ്ലാസോടെയും ശരിയായ സുന്നത്തനുസരിച്ചും അള്ളാഹുവിലേക്ക് മുന്നിടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയമുള്ളവരെ, രോഗം, മരണം, മറ്റു പ്രയാസങ്ങൾ പലതും നമ്മെ ദുഃഖിപ്പിക്കും, ഒരുപക്ഷെ നമ്മെ കരയിപ്പിക്കുകയും ചെയ്യും.
എന്നാൽ പല കരച്ചിലും നമുക്ക് ലാഭകരമല്ലാത്തതാണ്. ഒരുപക്ഷെ ഉപ്പയുടെ മരണം, ഉമ്മയുടെ മരണം, പ്രിയപ്പെട്ടവരുടെ മരണമൊക്കെ നമ്മെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വരികയും വല്ലാതെ നമ്മൾ കരയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ കരച്ചിലുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടും? പല കരച്ചിലുകൊണ്ടും ഒരു ഉപകാരം കിട്ടില്ല. ശരീരത്തിൽ വളരെ അസഹനീയമായ ഒരു വേദന ഉണ്ടായാൽ വേദന സഹിക്കാതെ കരയുന്നവരുണ്ടാവും. ആ വേദനയിൽ കരയുന്ന ആളുകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. എന്നാൽ ഉപകാരപ്രദമായ ഒരു കരച്ചിലുണ്ട് പ്രിയമുള്ളവരെ, ഉപകാരപ്രദമായ ഒരു കരച്ചിൽ. അത് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ റബ്ബായ അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള കരയലാണ് ഉപകാരപ്രദമായ കരച്ചിൽ. അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞാൾ, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞയാൾ അയാൾ നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അയാൾ നരകത്ത് പോകില്ലെന്ന്. വേറൊരു കരച്ചിലിന് ഒരു ഓഫറും ഇല്ലെന്നാണ് അനുവദിച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ. ഇപ്പൊ വാപ്പ മരിച്ചാൽ 3 ദിവസം വരെ ദുഃഖാചരണം, ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം ദുഃഖാചരണം, അല്ലെ? അനുവദിക്കപ്പെട്ട സമയമാണ് അതൊക്കെ. എന്നാൽ നിങ്ങൾ ആലോചിക്കും, അവിടെ നിന്നൊരു പ്രത്യേക കൂലി സ്പോൺസർ ചെയ്ത് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഒരു കരച്ചിലിന് അതിനെപ്പോഴും പ്രതിഫലമുണ്ടെന്നാണ്, ലാഭമുണ്ടെന്നാണ്. ഏതാത്? അള്ളാഹിനെ ഓർത്തിട്ട് കരയാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാ ഹത്താ യഊദൽ ലബനു ഫിൽ ദർ. കറന്നെടുത്ത പാൽ അതിന്റെ അകിടിലേക്ക് മടങ്ങിപ്പോയാലും, നെവർ, ഒരിക്കലും സാധ്യമല്ലത്, അങ്ങനെ സംഭവിക്കൂല. അങ്ങനെ സംഭവിച്ചാൽ പോലും അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞവൻ, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞവൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കരച്ചിൽ ലാഭകരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമാ അന്നാർ. 2 കണ്ണുകൾ അതൊരിക്കലും നരകത്തെ സ്പർശിക്കൂല എന്നാണ്. 2 കണ്ണുകൾ. ഒരു കണ്ണ് ഏതാ അറിയുന്നത്? ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണ്, അതൊരിക്കലും നരകത്ത് പോകില്ലെന്നാണ്. വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്. രണ്ടാമത്തത്, ശത്രുക്കൾ ഇസ്ലാമിക രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ ഖലീഫ ഭരിക്കുന്നിടത്തേക്ക് അതിര് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ വേണ്ടി കാത്തിരിക്കുന്ന കണ്ണുകളെന്നാണ്. 2 കണ്ണുകൾ, നരകം സ്പർശിക്കാത്ത 2 കണ്ണുകൾ. പ്രിയമുള്ളവരെ, ഇതൊരാൾക്ക് രക്ഷയാണ്. ഈ കരച്ചിൽ അനുഗ്രഹമാണ്, ലാഭമാണ്. മാത്രമല്ല, മരിച്ചിട്ട് ആഖിറത്ത് ചെന്നാല് ഒരു തണലും ഇല്ലാത്തൊരു കാലത്ത് അർശിന്റെ തണല് കിട്ടുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞ, റസൂല് പഠിപ്പിച്ചൊരു വാക്കെന്നറിയോ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാന. ഏകാന്തമായി ഒറ്റക്കിരുന്നിട്ട് അള്ളാഹിനെ ഓർത്തിട്ട് കണ്ണുനീര് പൊഴിച്ചവനാണ്. എത്ര വഖത്തുകളാണ് അള്ളാഹു നമുക്കങ്ങനെ അനുവദിച്ചത്. അള്ളാഹിനെ ഓർത്തിട്ട് കരയാൻ പറ്റിയ നിമിഷങ്ങൾ മാത്രമേ ഈ റമദാനിലുള്ളൂ. റമദാൻ അല്ലാത്തപ്പോഴും അതുണ്ട്. വിശേഷ റമദാനിൽ നമ്മൾ പലരുടെ പേരിലും കരയും, പലതിനു വേണ്ടിയും കരയും. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടി വാക്ക് ആവർത്തിക്കാണ്, ലാഭകരമായ കരച്ചിൽ അതൊന്നേയുള്ളൂ. അത് അള്ളാഹുവിനെ ഓർത്തിട്ട് കരയലാണ്. എന്താ നബി പറഞ്ഞറിയോ? ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഖത്രതൈൻ വഅഥറൈൻ. മിൻ ഖത്രതൈൻ വഅഥറൈൻ. 2 തുള്ളികളെക്കാളും 2 അടയാളങ്ങളെക്കാളും അള്ളാഹുവിങ്കലേക്ക് പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്നാണ്. എന്താണ് ആ 2 തുള്ളി? ഒന്ന്, അള്ളാഹുവിനെ ഭയന്നിട്ട് കരഞ്ഞ കണ്ണുനീർ തുള്ളി. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിതറിയ രക്തത്തുള്ളി. ഈ 2 തുള്ളികളുടെയും അവകാശികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിക്കാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, റസൂലേ എവിടെയാണ് മോക്ഷം, നജാത്ത്, രക്ഷ എവിടെയാണ്? ഖാല, അപ്പൊ നബി പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക, വൽയസഅക ബൈതുക, നീ നിന്റെ വീടിനെ വിശാലമാക്കുക, വബ്കി അലാ ഖതീഅതിക, നീ നിന്റെ പാപങ്ങളുടെ പേരിൽ കരയുകയും ചെയ്യുക. സംഭവിച്ചു പോയ തെറ്റുകൾ
അള്ളാഹുവിനേക്ക് പൊറുക്കാനായി, റബ്ബിങ്കിൽ അത് മായ്ച്ചു കളയാനായി അള്ളാഹുവിങ്കിലേക്ക് നീ കരഞ്ഞ് റബ്ബിനോട് പറയുക. അതാണ് പ്രിയമുള്ളവര് സുഹൂർ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴത്തിന്റെ സമയം, സുഹൂറിന്റെ സമയം പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിനോട് വിശ്വാസികൾ അവരവന്റെ ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും ഉള്ളുലഞ്ഞ് പറയേണ്ട സമയമാണത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അഥവാ എന്നിലും നിങ്ങളിലും സംഭവിച്ചു പോയ പാപങ്ങൾ ഓർത്ത് ഹക്കായി, യഥാർത്ഥമായി നെഞ്ചിൽ തട്ടി, കൽബ് തട്ടി, ഉള്ളു തട്ടി കരയുകയും സത്യസന്ധമായി പശ്ചാത്തപിക്കുകയും ഖേദിക്കുകയും ചെയ്യുക. എന്നിട്ട് പ്രിയമുള്ളവരെ, സ്വയം നന്നാകാനും ശുദ്ധീകരിക്കാനും നമ്മൾ പ്രവർത്തിക്കുക. ഇങ്ങനെ തുടങ്ങി നിരവധി അമലുകൾ സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയും നരകത്തെ തൊട്ട് നമ്മെ കാക്കുകയും ചെയ്യും. ചിലത് മാത്രമാണ് ഈ ഖുത്ബയുടെ പരിമിതമായ സമയത്ത് സൂചിപ്പിച്ചു പോയത്. അതുകൊണ്ട് ഈ മാസത്തിന്റെ ഓരോ ദിവസത്തെയും നമ്മൾ ഓർക്കണം. വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല. ഓരോ രാത്രിയിലും, ഈ റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിയാറുകളായ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും ധാരാളം പേരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷ വാർത്തയിൽ ഉറച്ചു നിന്ന് ആ രക്ഷപ്പെട്ടവരിൽ ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത് അതിനുവേണ്ടി റബ്ബ് തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്ത് മരിക്കുന്നതുവരെ, റൂഹ് പിരിയുന്നതുവരെ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നിമിഷം വരെ നമ്മൾ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ മുഴുവനും അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ഇഖ്ലാസോടെ, ഇത്തിബാഓടെ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകുന്ന രീതിയിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, അവരിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും, അതുപോലെ ഹിദായത്തില്ലാത്തവരാണെങ്കിൽ അള്ളാഹുർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഈ പരിശുദ്ധ റമദാനിൽ പോലും പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ അള്ളാഹു ആ ഖുദ്സിന്റെ മണ്ണിനെ മോചിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഖുദ്സിന്റെ മണ്ണിനെ അഹ്ലുസുന്നത്തിന്റെ കീഴിലേക്കാക്കി അള്ളാഹു അതിനെ വിജയിപ്പിക്കുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി റബ്ബുൽ ഇസ്സത്ത് ലോകത്തെ മുഅ്മിനീങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.